ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ പലതരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിങ്ങും ഒക്കെ അതിജീവിച്ച് ഹിറ്റായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് സിനിസ്കോപ്പ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് കാരണം എന്താണ്? മലയാളത്തിലെ പ്രശസ്തരായ സിനിമ റിവ്യൂവേഴ്സ് വളരെ മോശമായ രീതിയിൽ ഈ സിനിമയെ റിവ്യൂ ചെയ്തിട്ടും, ശരിയാണ്, ഇതൊക്കെ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ചോയ്സാണ്. സാധാരണ ഇങ്ങനെ റിവ്യൂ മോശമായാൽ ആ പടം തിയേറ്ററിൽ കൂപ്പുകുത്തുകയാണ് ചെയ്യാറുള്ളത്. അതിൽ നിന്നും വിപരീതമായി ഈ പടം ഒരു വമ്പൻ ഹിറ്റാകാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ സിനിമ ഡയറക്റ്റഡ് ബൈ ബിൻഡോ സ്റ്റീഫൻ, റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ്, നിർമ്മാണം ലിസ്റ്റിൻ സ്റ്റീഫൻ. 8 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ 26.31 കോടി വേൾഡ് വൈഡ് കളക്ഷനായി ലഭിച്ചു. കേരളത്തിൽ നിന്ന് മാത്രം 17.14 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പൂഞ്ഞാറ്റിൽ നിന്നും വരും എന്ന് പറയുന്ന പോലെ, അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ ആരെന്തൊക്കെ ഡീഗ്രേഡ് ചെയ്താലും പടം കാണാൻ ആളെത്തും എന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപ് എന്ന നടൻ്റെ അഭിനയ മികവ് മാത്രമാണ് ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടത്, അല്ലാതെ അയാളുടെ പേഴ്സണൽ ലൈഫല്ല. അയാളുടെ കേസുകളും പേഴ്സണൽ ലൈഫും ഒന്നുമാകരുത് മാനദണ്ഡം. കേസിൻ്റെ കാര്യം പറഞ്ഞാൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. ഫൈനൽ വേർഡിക്റ്റ് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഥയാണ് സിനിമയുടേത്. പ്രിൻസ്, ദിലീപിൻ്റെ കഥാപാത്രം, ബ്രൈഡൽ ബ്യൂട്ടിക്കു ഓണർ, അവിവാഹിതൻ. വീട്ടിലെ ചിലവ് മുഴുവൻ അപ്പൻ്റെയും അമ്മയുടേയും 2 അനിയന്മാരുടേതും ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി വീടിൻ്റെ ഭാരം മുഴുവൻ സ്വയം ചുമക്കുന്ന ടിപ്പിക്കൽ ദിലീപ് ക്യാരക്ടർ. അനിയന്മാരുടെ കല്യാണവും അവരുടെ ഭാര്യമാരുടെ പ്രസവവും അവർക്ക് ജട്ടി വരെ മേടിച്ചു കൊടുക്കുന്ന ദിലീപ്. ആദ്യ പകുതിയിലെ ദിലീപിൻ്റെ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും, എസ്പെഷ്യലി CCTVക്ക് മുമ്പിലെ പ്രകടനം മാറ്റി നിർത്തിയാൽ, ദിലീപിനെ സിനിമയിൽ അഴിഞ്ഞാടാൻ അനുവദിക്കാതിരുന്ന തിരക്കഥാകൃത്ത് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ആസ് യൂഷ്വൽ, ബിന്ദു പണിക്കരും സിദ്ദിഖുമൊക്കെ അവരുടെ പോർഷൻ ഡീസൻ്റായി ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണിയുടെ വെറുപ്പിക്കൽ ഈ സിനിമയിലും തുടരുന്നു. സ്ഥിരം പാറ്റേണിലുള്ള അഭിനയം. ഈ പണി നിർത്തുന്നതായിരിക്കും ജോണി ആൻ്റണിക്കും സിനിമ ആസ്വാദകർക്കും നല്ലത്. നിങ്ങൾക്കറിയാവുന്ന ഡയറക്ഷൻ മണിയിലേക്ക് നിങ്ങൾ തിരികെ പോകൂ. ഇതൊരു റിക്വസ്റ്റാണ്. ഈ സിനിമയുടെ വിജയത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് ചിഞ്ചു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച റാണിയ റാണയ്ക്കാണ്. ദിലീപിൻ്റെയും സഹതാരങ്ങളുടെയും പ്രകടനത്തിൽ നടുവ് തളർന്ന് വീഴാൻ തുടങ്ങുന്ന സിനിമയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തി എൻഗേജിംഗ് ആക്കി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിഞ്ചു റാണിയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും റിലേറ്റബിൾ ആകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഈ ക്യാരക്ടറിനെ അതിൻ്റെ എല്ലാ തീവ്രതയോടും ഭംഗിയോടും അവതരിപ്പിക്കുന്നതിൽ റാണിയ റാണ വിജയിച്ചിരിക്കുന്നു. ബ്രില്യൻറ്റ് ആക്ടിങ്. ചിഞ്ചു സിനിമയിലേക്ക് വരുന്നതോടുകൂടി ദിലീപ് സൈലൈൻ ചെയ്യപ്പെടുകയും കോമഡിയിൽ നിന്നും മാറി സങ്കടങ്ങളും പരിഭവങ്ങളുമായി ഇമോഷൻ ട്രാക്കിലേക്ക് ദിലീപിനെ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് റൈറ്റർ തളച്ചിടുന്നു. അതാണ് ഈ ചിത്രം ഇത്ര വലിയ വിജയമാകാനുള്ള കാരണം. ഇല്ലെങ്കിൽ ദിലീപ് തൻ്റെ പഴയകാല മിമിക്രി പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുകയും പടം അടപടലം മൂഞ്ചിപ്പോവുകയും ചെയ്യുമായിരുന്നു. സിനിമയിൽ ദാരിദ്ര്യം കാണിക്കണമെങ്കിൽ ചില ആക്ടേഴ്സിനെ മേക്കപ്പ് ഇല്ലാതെ അഭിനയിപ്പിച്ചാൽ മതി. അതിൽ ഒരാളായ മഞ്ജു പിള്ളയുടെ സഫിയാനി ഈ സിനിമയിൽ
വീട്ടിൽ ഊണ് നടത്തുന്ന ദിലീപിൻ്റെ ബ്യൂട്ടി തൂത്ത് വരുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ് മഞ്ജു പിള്ള കാഴ്ചവെച്ചിരിക്കുന്നത്. അത്യാവശ്യം തമാശയും എൻഗേജിങ്ങുമായി സിനിമ അവസാനമാകുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെ അപര്യാപ്തത മൂലം ബാലിഷ്യമായി പോകുന്നുണ്ട്. തൻ്റെ വീഡിയോ ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്ന് ഔട്ടാകുമ്പോൾ വൈറലാകുവാൻ തൻ്റെ ഭർത്താവിന് ദിലീപ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളെ തന്നെ കണ്ടന്റാക്കി അവർ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇടയാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചിഞ്ചുറാണി. ഇത് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല. സഭയുടെ ആത്മഹത്യാ ശ്രമവും പ്രഡിക്റ്റബിളായ ക്ലൈമാക്സും ഒക്കെയാണെങ്കിലും ഫാമിലിക്ക് വൺ ടൈം വാച്ചബിളായ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപ് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായം ദിലീപിൻ്റെ ആക്ടിങ്ങിനെയും അയാളെ മൂവ്മെൻറ്റിനെയും ഒക്കെ വളരെയേറെ ബാധിച്ചിരിക്കുന്നു. സ്ഥിരം പഴയകാല കോമാളിത്തരങ്ങളിൽ നിന്നും മിമിക്രിയിൽ കഥാപാത്രങ്ങളിൽ നിന്നും മാറി പുതിയ ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ ആരെന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതുകൊണ്ട് പഴയ ദിലീപിൻ്റെ പ്രതത്തിൽ നിന്നിറങ്ങി പുതിയ ന്യൂ ജെൻ ദിലീപായി വന്നാൽ തീർച്ചയായും മലയാള സിനിമയിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്.